നിങ്ങളെ ഫാത്തിമ ഇങ്ങനെ 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 എവിടേക്കോ പോവാണ് നിങ്ങളെ കാണുമ്പോ. ഇങ്ങനെ എല്ലായിടത്തും ഫാത്തിമയാണ്. ഏഴാം കടലിനടിയിൽ ഒളിച്ചാലും നിന്നെ ഞാൻ തേടിയെത്തും ഭൂമീനെ. എൻ്റെ ഫാത്തിമ ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ആ കുട്ടി എവിടെയോ ജീവിക്കുകയാണ്, സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഞാൻ ഫാത്തിമ എന്ന് പേരിട്ടെന്നേ ഉള്ളൂ, ഫാത്തിമ എന്നായിരുന്നില്ല പേര്. താളമേളം ഇല്ലാതെ നാരികളൊപ്പന പാടാതെ നിന്നെ ഞാൻ സ്വന്തമായിട്ടും സ്വന്തമാക്കാം. അതെ അതെ, ആൾക്കാർ നാരികളൊപ്പന പാടാനുണ്ടാവില്ല, താളമേളം ഉണ്ടാവില്ല. കാരണം അത് വേറൊരു മതത്തിലുള്ള കുട്ടിയാണ്. അതിപ്പോ നിക്കാഹ് ചെയ്തിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ? 2 മാസം. 2 മാസേ ആയിട്ടുള്ളൂ അല്ലേ? ശരിക്കും വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ചൊരു വ്യക്തിയായിരുന്നോ? പുള്ളി ഞങ്ങളെ കൊണ്ടൊക്കെ പ്രേമിച്ച് കല്യാണം കഴിപ്പിച്ച്, അല്ലെങ്കിൽ പാടിയിട്ട് പ്രേമിച്ച് എല്ലാവരും ഞങ്ങളെ നേരത്തെ കെട്ടിച്ചിട്ട് പുള്ളി കല്യാണം ഒന്നും കഴിക്കാതിരിക്കുകയായിരുന്നു. എനിക്ക് പലരും പറയാറുണ്ട്, രാജുക്ക എൻ്റെ ലവർക്ക് ഞാൻ ആദ്യമായിട്ട് ഗിഫ്റ്റ് കൊടുത്തത് നിങ്ങളെ കാൽബാന ഫാത്തിമയുടെ കേസറ്റായിരുന്നു. അതുപോലെ തന്നെയല്ലേ നമ്മുടെ ദിൽ ഹേ ഫാത്തിമ, അത് വേറൊരു ഹിറ്റായിരുന്നു. ദിൽ കെ അന്ദർ തൂ ഹേ നാ സാമനെ ഭീ തൂ ഹേ നാ ആँख में भी तू है फातिमा फातिमा. ഈ പാട്ട് പാടുമ്പോൾ ഒരാളെ കുറിച്ച് പറയാതിരിക്കുന്നത് തെറ്റാണ്. എൻ്റെ വോയിസ് അല്ലേ ഇത്? എൻ്റെ വോയിസ് നിങ്ങൾ കേട്ടില്ലേ? ആശകളില്ലാത്ത എൻ്റെ വോയിസ് കാണില്ലേ? സ്നേഹമുള്ള ഫർഹാന. ഞാൻ പാടേണ്ട പാട്ടായിരുന്നില്ല നെഞ്ചിനുള്ളിൽ. അഫ്സൽക്ക സ്റ്റുഡിയോയിൽ എത്തിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പനിയും പറയും എൻകരളിൽ ഈ സാധനമാണല്ലോ അഫ്സൽക്ക. അപ്പോൾ ഞാനെന്തേക്ക് അഫ്സൽക്ക പാടേണ്ട പാട്ട് നെഞ്ചിനുള്ളിൽ ഞാൻ മംഗല്യം കഴിക്കാത്ത നെഞ്ചിനുള്ളിൽ ഞാൻ പാടിയിട്ട് നെഞ്ചിനുള്ളിൽ നീ ഇങ്ങനെ പാടിയിട്ടതാ നമ്മളെ. സത്യം വല്ലാഹി പടച്ച തമ്പനാണ് സത്യം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഹലോ, വെൽക്കം ടു വെറൈറ്റി മീഡിയ. ഞാൻ നൈനിഷ. ഇന്നും ഞാൻ 90s കിഡ്സിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ കൂടെയുള്ളത്. ആരാണ്? താജുദ്ദീൻ വടകര. അസ്സലാമലൈക്കും, നമസ്കാരം സഹോദരങ്ങളെ. അതാണല്ലേ എല്ലാ വീഡിയോ തുടങ്ങുമ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണത്. അസ്സലാമലൈക്കും, നമസ്കാരം. ഓക്കെ, എൻ്റെ താജുക്ക രണ്ടും ഒന്ന് തന്നെയാണ്, എല്ലാം ഒന്ന് തന്നെ. അതെ 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 അതെ. നിങ്ങളെ ഫാത്തിമ ഇങ്ങനെ 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 എവിടേക്കോ പോവാണ് നിങ്ങളെ കാണുമ്പോ. ഇങ്ങനെ എല്ലായിടത്തും ഫാത്തിമയാണ്. നമുക്ക് ആ ഫാത്തിമ എന്ന് കേട്ടാലോ? സന്തോഷം. എനിക്ക് സന്തോഷം. ഏത് വരി പാടണം? ഏത് വരിയാ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വരി. എല്ലാ വരി അതിലിഷ്ടാ. തുടക്കം മുതലായിക്കോട്ടെ. ഏഴാം കടലിനടിയിൽ ഒളിച്ചാലും നിന്നെ ഞാൻ തേടിയെത്തും ഭൂമീനെ. ഒന്നുമൊന്നും മിണ്ടാതെ എൻ്റെ നൊമ്പരം കാണാതെ എൻ്റെ കൽബിനൊളിവേ ഫാത്തിമ ഫാത്തിമ. ഫാത്തിമ, ഒരു ഫാത്തിമേനെ ഞങ്ങൾക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട്. ആ ഫാത്തിമേനെയാണോ ഈ ഫാത്തിമ എന്ന് പറയണം. ഓക്കെ, എങ്ങനെ തുടങ്ങിയ ഞാൻ നിങ്ങളെ ചാനൽ കാണുമ്പോൾ, ഞാൻ ഈ സത്യത്തിൽ ഈ ചാനൽ വരുമ്പോൾ വേറെ ഏതെങ്കിലും ചാനലിൽ പോയുമ്പോൾ എനിക്ക് അത്ര പേടിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതൊരു യുദ്ധത്തിന് തയ്യാറായിട്ട് തന്നെ എല്ലാവർക്കും പേടിയെന്ന് എനിക്ക് ഭയങ്കര. ഞാൻ ഓരോ ആർട്ടിസ്റ്റുകളെ പറഞ്ഞില്ല, ഇപ്പോൾ തൊട്ടടുത്തടുത്തായിട്ടുള്ള ചാനലുകൾ നിങ്ങൾ ഭയങ്കര, അത് ആർട്ടിസ്റ്റൊക്കെ ഭയങ്കര, പ്രത്യേകിച്ച് ജലാലിന് ഭയങ്കരമായിട്ട് സന്തോഷം. എന്നെ വിളിച്ച് പറയുന്നുണ്ട്, എത്രയോ സൗദിയിൽ നിന്നൊക്കെ എന്നെ കുറേ ആൾക്കാർ വിളിച്ച്, താജുക്ക പിന്നെ നിങ്ങളെ തിരൂർ പ്രോഗ്രാം അതിൻ്റെ വീഡിയോ ഫോട്ടോസ് കണ്ട് പിന്നെ നേരെ ജലാൽ ഖാനെ കാണുന്നത് വെറൈറ്റി മീഡിയയിലാണ്.
മാഷാല്ലാ അത് അവന് ഒരുപാട് ബ്രൈറ്റ്നെസ് കിട്ടും, നല്ല ധൈര്യവും ഊർജ്ജം കിട്ടും. അതുപോലെ തന്നെ നിങ്ങളെ ഇപ്പം അടുത്ത് വന്ന കുറേ ഇൻ്റർവ്യൂസ് നിങ്ങൾ ഓരോരുത്തരെ വിടക്കേറി കൊല്ലുന്നുണ്ട്. ഈ ജലാൽക്കൻ്റെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ മുതൽ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, താജുക്കിനെ കൊണ്ടുവരൂ. അവസാനം ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. അല്ലല്ല, പ്രേക്ഷകർ അറിയണമല്ലോ. കാരണം ഞാൻ അവരെ സമക്ഷം നിങ്ങളോട് ക്ഷമ ചോദിക്കാം. നിങ്ങൾ എന്നെ എത്രയോ തവണ വിളിച്ചിട്ടുണ്ട്, എൻ്റെതായിട്ടുള്ള കാരണങ്ങളാൽ എനിക്ക് നിങ്ങളോട് ചേരാൻ പറ്റാതിരുന്നു. അതുകൊണ്ട് സോറി. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ. ദാസ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ഫാത്തിമേനെ കണ്ടുപിടിച്ചു എന്ന്. ആ ഫാത്തിമയാണോ ഈ ഫാത്തിമ എന്ന് എൻ്റെ അടുത്ത് പറയണം. കാണിക്കട്ടെ? അതാണ് എൻ്റെ ഫാത്തിമ. പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച ഫാത്തിമ ഏതാണെന്ന് എനിക്കറിയില്ല. നിങ്ങളെ പഴയ ഫാത്തിമ എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇതാണോ ഫാത്തിമ? ആ ഫാത്തിമ ഈ ഫാത്തിമയാണോ? അല്ല അല്ല. അപ്പൊ ആ ഫാത്തിമ ആരാണ്? അങ്ങനെ ഒരു ഫാത്തിമ ഉണ്ടോ? ഉണ്ട്, എവിടെയുണ്ട്. അപ്പൊ ഈ ഫാത്തിമ ആരാണ്? അത് ഫാത്തിമ എന്നാരാ പറഞ്ഞു? നിങ്ങള് ഇതാണ് എന്റെ ഫാത്തിമ. എന്റെ ഫാത്തിമ. അപ്പൊ ഈ ഫാത്തിമ അത് വലിയൊരു കഥയാണ്. എൻ്റെ ഫാത്തിമ ഞാൻ ഒരുപാട് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ആ കുട്ടി എവിടെയോ ജീവിക്കുകയാണ്, സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഞാൻ ഫാത്തിമ എന്ന് പേരിട്ടെന്നേ ഉള്ളൂ, ഫാത്തിമ എന്നായിരുന്നില്ല പേര്. അത് ചെറിയ വയസ്സിൽ നമ്മളിലുണ്ടാകുന്ന ഒരു പ്രണയം, സത്യസന്ധമായ പ്രണയം. പിന്നെ അത് ചില ആൾക്കാർക്ക് തേച്ചിട്ട് പോയി, ഒരിക്കലുമല്ല. ഞാൻ ഈ നിമിഷം ഇവിടെ ഇരിക്കുന്നത് പോലും എൻ്റെ ആ പഴയ പ്രണയനീകാരനാണ്. എൻ്റെ ഫാത്തിമ പോലും ഞാൻ അവൾക്ക് എഴുതിയ ലെറ്ററായിരുന്നു, ലവ് ലെറ്ററായിരുന്നു. മംഗല്യം കഴിക്കാതെ ഞാൻ എഴുതിയ ലെറ്ററായിരുന്നു. അപ്പോൾ ഒരു രണ്ടാൾ കൂടി ജീവിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ ഈ പ്രപഞ്ചത്തിൽ നിന്ന്, ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായിപ്പോവും എന്ന് തോന്നിയ ഒരു ഉറപ്പുകൊണ്ടാണ് സത്യത്തിൽ അറിഞ്ഞറിയാതെ പറയാതെ ഞങ്ങൾ പിരിഞ്ഞത്. ഒരിക്കലും ആ കുട്ടി എന്നെ ഞാനാണ് ചതിച്ചെന്ന് പിന്നെയും പറയാം. അതൊക്കെ പോട്ടെ. പിന്നെ വഴിയാത്ര, ജീവിതയാത്രയിൽ ഒരാളെ കണ്ടുമുട്ടിയപ്പോൾ നമ്മൾക്ക് എൻ്റെ കലാജീവിതത്തിലും വ്യക്തി ജീവിതത്തിലൊക്കെ എനിക്ക് ഒരുപാട് ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ, പെങ്ങന്മാർ, എൻ്റെ കുടുംബക്കാർ, നെയ്ബേഴ്സ്, ഞാൻ പഠിച്ച സ്കൂള്, ഇങ്ങനെയൊക്കെ നമുക്ക് സ്ത്രീ ഹൃദയങ്ങളെ പല കാറ്റഗറിയിൽ അറിയാലോ. പക്ഷെ നമ്മൾ കൊതിക്കുന്ന ഒരാൾ, നമ്മൾക്ക് എവിടെ നിന്നും കിട്ടാത്തൊരു സ്നേഹം എവിടെ നിന്നെങ്കിലും കിട്ടും എന്ന് പൂർണ്ണ ഉറപ്പ് തോന്നുന്ന ഒരു ഏരിയ, അങ്ങനൊരു പൊസിഷനിലേക്ക് ഒരു സൗഹൃദം എത്തിച്ചേർന്ന് എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ ഉമ്മയും ഉപ്പയും. കാരണം നമ്മുടെ സഹോദരന്മാർക്കൊക്കെ നമ്മുടെ ഇഷ്ടവും കാര്യമൊക്കെ ഉണ്ടാവും, കൂട്ടുകാർക്കൊക്കെ. പക്ഷെ ഉമ്മ, ഉപ്പ, മാതാപിതാക്കൾക്ക് അത് നമ്മൾ അവരെ എത്ര സ്നേഹിച്ചാലില്ലെങ്കിലും അവർക്ക് നമ്മളോടുള്ളൊരു ഇഷ്ടമുണ്ടാവും. അതിനേക്കാളും ഏറെ നമ്മളെ സ്വന്തമല്ലാത്ത ആരെങ്കിലും നമ്മളോട് അങ്ങനെ സ്നേഹം കാണിക്കുമ്പോൾ നമുക്ക് തോന്നും മാതാപിതാക്കളെക്കാളും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. കാരണം മാതാപിതാക്കൾക്ക് അവർ നൽകിയ ജന്മമാണ് നമ്മൾ. അതുകൊണ്ട് എന്തായാലും ആ ജന്മത്തിൽ കൂടി തന്നെ നമ്മളോടൊരു കമ്മിറ്റ്മെൻറ്റും സ്നേഹം ചേർത്തുപ്പൊക്കെ ഉണ്ടാവും. ഒന്നല്ലാത്ത ഒരാൾ നമ്മളെ അതിനേക്കാളും ഏറെ സ്നേഹിക്കുന്നതുമ്പോൾ ആ സ്നേഹം തിരിച്ചറിയാതെ പോയിട്ടുണ്ടെങ്കിൽ ജന്മം പഴയ പോലെ. അങ്ങനെ 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 ഇങ്ങനെ ഇവിടെ എത്തി. അങ്ങനെയാണ് ഈ ഫാത്തിമ. എന്താ ശരിക്കും ഈ ഫാത്തിമന്റെ പേര്? അവളുടെ പേരോ? അത് ശരി, സൈഫുന്നിസ. സേഫ് ആണോ ആള്? പിന്നെ സേഫ് ആയിരിക്കുന്ന. ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല ധൈര്യശാലി, പെർഫെക്ഷനിലായിക്കോട്ടെ, എല്ലാ അർത്ഥത്തിലും. ഞാൻ പലപ്പോഴും കരുതാറുണ്ട്, ഞാനെന്ന നമ്മൾക്കൊക്കെ നമ്മളെപ്പറ്റി വേറെ ആളല്ല താജുദ്ദീൻ നല്ല ആളാണ്, നല്ല മോനാണ്, നല്ല ക്യാരക്ടർ, നല്ല കലാകാരനാണ്, എന്തൊരു സ്വഭാവം. എനിക്കത് കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാം കള്ളത്തരത്തിൽ കൂടി. ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് നിങ്ങളിഷ്ടം, അല്ലെങ്കിൽ ഞാൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ, അല്ലെങ്കിൽ എന്നെ വിളിക്കുന്ന ഒരു ഓഡിയൻസിൻ്റെ ഇടയിൽ എനിക്ക് കള്ള സ്വഭാവം കാണിച്ചുകൊണ്ടും എനിക്ക് ഇഷ്ടങ്ങൾ നേടിയെടുക്കാം. പക്ഷേ അവർ അത് ഇഷ്ടപ്പെട്ടിട്ട് പറയും പാവം നല്ല ക്യാരക്ടർ. അതല്ലല്ലോ വേണ്ടത്. ഞാനായിരിക്കണം എന്നെക്കൊണ്ട് ഞാൻ നല്ലതോ ചീത്തയെന്ന് പറയുന്ന ആദ്യത്തെ ആൾ. എനിക്കെല്ലാം അറിയാൻ പറ്റും ഞാൻ നല്ലതോ ചീത്തയെന്ന്. അതുപോലെ ഞാൻ എപ്പോഴും കരുതിയ ഞാൻ എത്ര മോശക്കാരനാണെന്ന്. മോശക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പെർഫെക്ഷൻ കുറവുണ്ടായിരിക്കും, അല്ലാണ്ട് വേറെ മോശപ്പെട്ട രീതിയല്ല. അങ്ങനെയൊക്കെ അതൊക്കെ ഞാൻ അറിയിച്ചിട്ടും ഞാൻ ആവശ്യപ്പെടാതെ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. അങ്ങനെ 10-18 വർഷമായിട്ട് ആ ഇഷ്ടം ഇങ്ങനെ കൊണ്ടുപോകായിരുന്നു. 18 വർഷമായിട്ടുള്ള എനിക്കറിയാം ഒരു പ്രണയമായിരുന്നു സൈഫുന്നിസി ആയിട്ട്.
നിങ്ങൾ പറഞ്ഞതാ, ഞാൻ പറഞ്ഞല്ല. പ്രണയം എന്നല്ല, ഞാൻ ബന്ധമാണ് പറഞ്ഞത്, ഫ്രണ്ട്ഷിപ്പ്. അറിയായിരുന്നു, അറിയായിരുന്നു. നിങ്ങൾ ഇതെല്ലാം ചോദിക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ ചോദ്യം നിങ്ങൾക്കൊക്കെ മാറാം. ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് എനിക്ക് ഈ ഇത് വേണ്ട, വേറെ എന്തെങ്കിലും ചോദിക്കുന്നൊക്കെ പറയാം. എന്താ ഇതൊക്കെ നിങ്ങൾ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതോട് കൂടിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവില്ല. ഇല്ലാ കഥകൾ പറയുന്ന ആൾക്കാരുണ്ട്. അതെ, ഒരു ഉത്തരം കിട്ടുമല്ലോ. അല്ല, അവരുത്തരം എനിക്ക് പ്രശ്നമല്ല. ചോദ്യം പ്രശ്നം. ഞാൻ ആരെയും ഭയപ്പെടുന്ന ആളല്ല. ഞാൻ എൻ്റെ മേലാതി ഉള്ള പഠിച്ച തമ്പുരാണ്. പിന്നെ ഭയപ്പെടും. എങ്ങനെ അറിയാം, നമ്മുടെ അടുത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റുന്നുണ്ട്. ഞാൻ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ലൊരു മഹതി എല്ലാവരും അറിഞ്ഞ്, സമൂഹം അറിഞ്ഞ്, ഒരു ഇസ്ലാമിക നിയമപ്രകാരം തന്നെ അതിൻ്റെ എല്ലാ നല്ല വശങ്ങളും കൂടിയാണ് നിക്കാഹ് ചെയ്തത്. അതിപ്പോൾ നിക്കാഹ് ചെയ്തിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ? 2 മാസമായി. 2 മാസേ ആയിട്ടുള്ളൂ അല്ലേ? ശരിക്കും വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ചൊരു വ്യക്തിയായിരുന്നോ? യെസ്. വിവാഹം വേണ്ട എന്നല്ല, എൻ്റേതായിട്ടുള്ള, കാരണം എൻ്റെ നല്ല സമയത്തൊക്കെ ഞാൻ സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ ആർക്കും ഉണ്ടാവില്ല. അപ്പം എനിക്ക് ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ കല്യാണം കഴിക്കുന്ന ഭാര്യ നന്നായിട്ട് അവളെ പോറ്റാൻ, അതായത് സംരക്ഷിക്കാനുള്ള സാമ്പത്തികമായൊരു ഭദ്രത എനിക്കുണ്ട് എന്നുള്ള ഉറപ്പ് എനിക്ക് വേണം. പിന്നെ ഇന്നത്തെ കാലത്ത് എൻ്റെ ചെറുപ്പത്തിൽ ആ സമയത്തുള്ള കാലത്തായാലും ഞാൻ മനസ്സിലാക്കും, കല്യാണം കഴിച്ച് മക്കളായി കഴിഞ്ഞാൽ മക്കളെ വിദ്യാഭ്യാസം കാര്യം എന്നാലും ഇതൊക്കെ ചിന്തിച്ചിട്ടാണോ ഒരാളെ കല്യാണം കഴിക്കുന്നത്? ആയിരിക്കില്ല. പക്ഷെ ഞാനങ്ങനെ ചിന്തിച്ചു. എൻ്റെ അടുത്തില്ല. എനിക്ക് എൻ്റെ ജീവിതം തുടങ്ങുമ്പോൾ ഈ ഒരു ഫോട്ടോ വന്നപ്പം അധികം വന്നൊരു കമന്റ് എന്താണെന്നറിയോ? പുള്ളി ഞങ്ങളെ കൊണ്ടൊക്കെ പ്രേമിച്ച് കല്യാണം കഴിപ്പിച്ച്, അല്ലെങ്കിൽ പാടിയിട്ട് പ്രേമിച്ച് എല്ലാവരും ഞങ്ങളെ നേരത്തെ കെട്ടിച്ചിട്ട് പുള്ളി കല്യാണം ഒന്നും കഴിക്കാതിരിക്കായിരുന്നോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ചാർലി ചാപ്ലിൻ അങ്ങനല്ലേ? ലോകത്തെല്ലാ ജനങ്ങളെയും ചിരിപ്പിച്ച മനുഷ്യല്ലേ? ഇനി ജനിക്കാനിരിക്കുന്ന മക്കളും ചിരിപ്പിക്കുന്ന ആളല്ലേ? പക്ഷെ ചാർലി ചാപ്ലിൻ എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യനെന്നാ പറയുന്നിട്ട്. ഞാൻ പ്രണയഗാനങ്ങൾ പാടിയെന്നല്ലാതെ, അങ്ങനെയാണെങ്കിൽ വയലാറൊക്കെ എത്ര പ്രണയഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിൽ. അപ്പോൾ ഞാൻ ആരെ കൊണ്ടും പ്രണയിപ്പിച്ചില്ല. പക്ഷേ എനിക്ക് പലരും പറയാറുണ്ട്, രാജുക്ക എൻ്റെ ലവർക്ക് ഞാൻ ആദ്യമായിട്ട് ഗിഫ്റ്റ് കൊടുത്തത് നിങ്ങളെ കാൽബാണ ഫാത്തിമയുള്ള കേസറ്റായിരുന്നു, ഞങ്ങളെ പ്രണയത്തിൻ്റെ ഒരു കാരണം ആൽബമായിരുന്നു. കുറേ പേര് 21 വർഷത്തിനിടയിൽ. ഫാത്തിമയിലെ കുറച്ച് ലൈൻ ഞാനിവിടെ പറയാം. ഏത് ലൈൻ എന്ന് വെച്ചാൽ, ഒരു നാളിൽ ഞാനിവിടെ വരുന്നുണ്ട് പൂമോളെ, മഹർമാല അണിയിക്കാൻ നിൻചാരെ. ശരിക്കും ഭയങ്കര ഫീൽ എഴുതിയ വരികളല്ലേ? അങ്ങനെ മഹർമാല അണിയിക്കാൻ നിൻചാരെ വരണമെന്ന് ആഗ്രഹിച്ച ഒരാളില്ലേ? ഉണ്ട്. ആരാണ് ആള്? അത് ആ സമയത്ത് നമ്മളാരും ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ താളമേളം ഇല്ലാതെ നാരികളൊപ്പന പാടാതെ നിന്നെ ഞാൻ സ്വന്തമായിട്ടും അതെ അതെ. ആൾക്കാർ നാരികളൊപ്പന പാടാനുണ്ടാവില്ല, താളമേളം ഉണ്ടാവില്ല. കാരണം അത് വേറൊരു മതത്തിലുള്ള കുട്ടിയായിരുന്നു. ആ കുട്ടിയെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മുടെ കുട്ടിണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ എത്രയോ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. എത്ര വയസ്സായിരുന്നു അന്നോ? എൻ്റെ പ്രായം ഓഡിയൻസിനെ അറിയിക്കുകയാണോ? അതായത് എൻ്റെ ആ സമയത്ത് കറക്റ്റ് എന്തായാലും 25-26. പക്ഷേ എനിക്ക് ഫാത്തിമ പാടുന്നത് 32 വയസ്സ് തുടങ്ങാൻ സമയത്താണ്. അത് 31 വയസ്സ് പൂർത്തിയാകുന്ന സമയം, ഡിസംബർ മാസങ്ങളിൽ. അപ്പോൾ എന്തായാലും 26-27 വയസ്സ് കാലങ്ങളിൽ. അപ്പോൾ പുള്ളിക്കാർക്ക് എത്ര ഏകദേശം വയസ്സുണ്ടാവും? എന്തായാലും എൻ്റെ ആളായിരിക്കുമല്ലോ. അപ്പം 26 വയസ്സിലെ പ്രണയം, പിന്നെ 32 വയസ്സിലാണ് ഈ ഒരു പാട്ട് എഴുതുന്നത്. ആ ഒരു സമയമാകുമ്പോൾ ആ ആളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ പിരിഞ്ഞിരുന്നോ? അറിയാതെ പിരിഞ്ഞു. പക്ഷെ പിരിഞ്ഞു എന്നുള്ള സത്യം കുറെ കഴിഞ്ഞപ്പോഴാണ് ഞാനത് പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടത്. ഇപ്പോൾ ഈ പാട്ട് 90s കിഡ്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഏറ്റെടുത്തിരുന്നത്. ഇപ്പോഴും പ്രത്യേകിച്ച് ചെറിയ മക്കളൊക്കെ ഇപ്പൊ വീണ്ടും, അതായത് നമ്മുടെ പാട്ടായിരുന്നു അത്, പക്ഷെ ഇപ്പോ 2K കിഡ്സ് കൂടി അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പൊ കോളേജില് എല്ലായിടത്തും ഈ പാട്ട് നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും അതൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ എന്താണ് താജിക്ക് ഇപ്പൊ തോന്നുന്നത്? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സന്തോഷത്തേക്കാൾ എനിക്ക് വല്ലാത്തൊരു ഭയാനകമായിട്ടുള്ളൊരവസ്ഥ എൻ്റെ മനസ്സിലുണ്ടാകും. കാരണം ഞാൻ ജീവിതത്തിൽ വലിയ കുടുംബത്തിൽ ജനിച്ച ആളാണ്. തീരദേശത്താണ് ജനിച്ചത്. പക്ഷേ എൻ്റെ വലിയ കുടുംബമാണ്. സാമ്പത്തികമായിട്ടുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, എല്ലാവരുണ്ട്. പക്ഷെ ഞാൻ തീർത്തും ദരിദ്രനായിരുന്നു.
ഞാനൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു വ്യക്തിപരമായി. കാരണം അന്നേ ഒരു പിന്നെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ മനസ്സില്ലാത്ത ഒരാളാണ്. ആ സമയത്ത് ചെയ്യാത്ത ജോലികളില്ല. 2 തവണ ജ്യേഷ്ഠന്മാർ വിദേശത്ത് കൊണ്ടുപോയി, മസ്കത്തും ബഹ്റൈനിലൊക്കെ കൊണ്ടുപോയി, തിരിച്ച് 2 മാസം കൊണ്ട് തിരിച്ചിങ്ങ് വന്നു. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു സൈക്കോ എന്നൊക്കെ പറയാം, ശരിക്കും വേറെ അർത്ഥത്തിൽ സൈക്കോ അതങ്ങനെ പറയാം. കാരണം എനിക്ക് എൻ്റെ നാടും എൻ്റെ കൂട്ടുകാരും എൻ്റെ പെങ്ങന്മാരെ കാണാതെ എനിക്ക് വേറെ നാട്ടിലൊന്നും പോയി നിൽക്കാൻ പറ്റില്ല. സന്ധ്യാനേരം കഴിഞ്ഞാൽ വെറും നാടേ ചിന്ത. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നിന്ന് അതിൽപ്പെട്ട എൻ്റെ കുറച്ച് കൂട്ടുകാരുടെ കടകളുണ്ടായിരുന്നു, റെഡിമെയ്ഡ് ഷോപ്പ്, വടകര ഹോളി മെൻസ്, സൂപ്പർ വേൾഡ്. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പാർട്ടീസൊന്നും വരാത്തപ്പോൾ വെറുതെ കുറച്ച് വരികളൊക്കെ എഴുതും. അങ്ങനെയൊക്കെ എഴുതി എൻ്റെ പ്രണയം വന്നുള്ള സമയത്താണ് പിന്നെ ഈ കാസറ്റ് വന്നു. ഞാൻ റെഡിമെയ്ഡ് ഷോപ്പിൻ്റെ കടക്ക് പുറത്തൊക്കെ നിൽക്കുമ്പോൾ വാഹനത്തിൽ നിന്നൊക്കെ ആൾക്കാർ നിൽക്കുന്നത് അതാ ഫാത്തിമ പാടിയ ആൾ. അപ്പോൾ എനിക്ക് ആദ്യം ഇത് സന്തോഷം തോന്നി. പിന്നെ ഇതൊരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നിടത്തും വരുന്നിടത്തൊക്കെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ ജീവിതം മാറുകയാണ്. 150, 200, 250 രൂപക്ക് കൂലിപ്പണിയെടുത്ത ഞാൻ അതും ഓരോ പരിപാടിക്ക് പോകുമ്പോൾ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി വരുമാനം കിട്ടിത്തുടങ്ങുന്നു. കുറേ ആൾക്കാർ അംഗീകരിക്കുന്നു, സ്നേഹം തരുന്നു, പല നാടുകൾ കാണുന്നു, പല വലിയ നമ്മളൊക്കെ കൊതിച്ചിരുന്ന മമ്മൂക്ക, ലാലേട്ടൻ, ദാസേട്ടൻ, ചിത്രേച്ചി, ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ കൂടുന്ന ഒരുപാട് മണിയേട്ടൻ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം കലാഭവൻ മണിച്ചേട്ടൻ്റെ കൂടെയൊക്കെ ജീവിതം മൊത്തത്തിൽ മാറുന്നു. അപ്പോൾ ഇന്നത് ഓർമ്മിക്കുമ്പോൾ ഒന്നുമല്ലാത്ത ഒരു വടകരയുള്ള ഒരു സാധാരണ ചെറുപ്പക്കാരനായിട്ടുള്ള എനിക്ക്, അതും പ്രത്യേകിച്ച് ഒന്നുമില്ലാത്തതെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും ഒന്നുമില്ലാത്ത ഒരാളെ ഇന്ന് എനിക്ക് പഠിച്ചോൻ സഹായിച്ചിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്, വ്യക്തിപരമായിട്ട്. ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന എൻ്റെ പുതിയ വീടാണിത്. ഇവിടെയൊക്കെ ഒരു വീട് പോയിട്ട് ഒരു ചെറ്റ കുടിൽ പോലും സ്വപ്നം കാണാൻ പറ്റാത്ത ഒരാളായിരുന്നു ഞാൻ. അവിടെ ഞാനിപ്പം ചില സമയത്ത് പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു 3 മണി 4 മണിക്കൊക്കെ ഈ വീട്ടിലല്ലേ, എൻ്റെ വേറെ വീടുണ്ട്, അവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്ന് വണ്ടി വീട്ടിൻ്റെ അകത്ത് കയറില്ല, റോഡ് സൈഡിൽ തന്നെ ഗേറ്റ്. അപ്പോൾ ഞാൻ ഏത് പരിപാടി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട് നോക്കി രാത്രി വല്ലാത്ത അന്തരീക്ഷമായിരിക്കുമല്ലോ, പക്ഷേ എൻ്റെ വീട് തന്നെയത്, ഞാൻ തന്നെ എടുത്ത വീടേത്, ഇതെങ്ങനെയാണ് എനിക്ക് തന്നേന്ന്, ഞാൻ എങ്ങനെ ഇതുണ്ടാക്കി, ഇങ്ങനെ ഓരോ സംഗതി ഓർമ്മിക്കും. അപ്പോൾ സത്യം പറ അങ്ങനെ ഓർമ്മിക്കുമ്പോൾ എൻ്റെ പഴയ കാലം ഞാൻ കൂടുതൽ ഓർമ്മിക്കുമ്പോൾ എനിക്ക് പേടി വരും. ഇങ്ങനെ ഇത് ഇല്ലാണ്ടാക്കാനും പഠിച്ചതിന് കഴിയുമല്ലോ. അതുകൊണ്ട് തന്നെ ആ ഭയപ്പാടോട് കൂടിയിട്ടാണ് ഞാനെന്ന കലാകാരൻ്റെ അവസ്ഥ ഞാൻ ഉൾക്കൊണ്ട് ജീവിക്കുന്നത്. എപ്പം പേടിയാ. ഈ താജിക്ക, ഈ ഒരു പാട്ട് ഇറങ്ങിയ ഒരു സമയമൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമുക്കൊരു ജിഗ് ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിലിങ്ങനെ ഓരോ നമ്പർ അടിക്കണം. അപ്പൊ ഫാത്തിമ വേണമെങ്കിൽ മലയാളം വേണമെങ്കിൽ 7, അങ്ങനെയൊക്കെയുള്ള ഒരു മെമ്മറി ഉണ്ട് ജിഗ് ബോക്സ് ഒക്കെ. അതൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ കുടുംബത്തിലായാലും നിങ്ങളുള്ളപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആളുകളെ, അതായത് ആ പാട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതെ, ഞാനത് കൂടുതൽ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാർ, ചെയ്യുന്ന ആൾക്കാർ നമ്മളെ സത്യത്തിൽ നിലനിർത്തിയത്. ഇപ്പോഴും എൻ്റെ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനല്ലേ ഉത്തരം പറയുന്നത്, പക്ഷേ ചോദിക്കുന്ന ചോദ്യത്തിനാണ് ഉത്തരം പറയുന്നത്. ഇപ്പോൾ പല സീരിയസ് അല്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. സത്യം അതൊക്കെ തോന്നി, ഞാൻ ചോദിക്കുന്നതിനല്ലല്ലോ പറയുന്നേന്ന്. പക്ഷെ അതിന് ഉത്തരം ലാസ്റ്റ് കിട്ടുന്നതായിട്ട് തോന്നില്ലേ? വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. വെയിറ്റ് ചെയ്യണം. എന്താ അറിയാ, എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇന്നും പല ആർട്ടിസ്റ്റുകൾ എന്നോട് ചോദിക്കും, താജിക്ക നിങ്ങളെന്തിനാ ഇങ്ങനെ ഓരോരുത്തർക്ക് ആശംസ അയച്ചു കൊടുക്കുന്നത്? അത് ഞങ്ങൾക്ക് ഫോർവേഡ് ചെയ്തിട്ട് താജുക്ക് അയച്ചു തന്നിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താ അയച്ചു തന്നാൽ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾ അയച്ചു കൊടുക്കുന്നതും അയച്ചു കൊടുക്കാത്തതും നിങ്ങളിഷ്ടം, അവർ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അയച്ചു കൊടുക്കും. കാരണം ഈ മീഡിയകൾ, സോഷ്യൽ മീഡിയകളൊന്നും ഇല്ലാത്ത സമയത്ത്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, ഇതൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളെ ഏതെങ്കിലും കേസറ്റ് കടയിൽ പോയിട്ട് 45 രൂപ കൊടുക്കുക, പൈസ മേടിച്ച് നമ്മളാകുന്ന ഒന്നുമല്ലാത്ത കലാകാരന്മാരെ നിർത്തി തന്ന ആൾക്കാരാണ് ആര്? അവരായിരിക്കും ഉറപ്പായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ജൂക്ക് ബോക്സ് സെർച്ച് ചെയ്തത് അല്ലേ? സത്യം. അത് അന്ന് പൈസ കൊടുക്കണം ഫോണില് അല്ലേ? അവര് പാവങ്ങളായിട്ടുള്ള ആൾക്കാർ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് തമ്മന ഷാജിക്ക എന്ന് പറഞ്ഞ, നമ്മളിപ്പോൾ അടുത്ത് വീഡിയോ ഒക്കെ വൈറലായിട്ട് എൻ്റെ കൽബാണ് ഫാത്തിമ പാടുന്നതിന് മുന്നേ ഉള്ള കൂട്ടുകാരനാണ്. അതെങ്ങനെയാ ബന്ധങ്ങൾ വരുന്നതെന്ന് അറിയാം. തമ്മനത്തുള്ളൊരു ഹോട്ടലിൽ വടകര കീഴയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള 2 ചെറിയ മക്കളെ നാട് വിട്ട് ജോലി ചെയ്യുന്ന സമയമാണ്. ഇല്ലായ്മ കൊണ്ട് എനിക്കിന്നുണ്ട് കീഴയിൽ എന്നുള്ള സ്ഥലത്ത്, വടകര കീഴയിൽ.
അവര് ഹോട്ടലിൻ്റെ പരിസരത്ത്, തമ്മനത്താണ് ഹോട്ടൽ. ഈ ഹോട്ടലിൻ്റെ പണിയൊക്കെ രാത്രി പണി ടേബിളൊക്കെ വൃത്തിയാക്കി ഈ മക്കൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെറിയ സെറ്റിൽ കേസറ്റ് ഇട്ടിട്ട് പാട്ട് കേൾക്കും. വടകരക്കാർക്ക് പൊതുവെ പാട്ട് ജീവിതത്തിൻ്റെ ഒരു ഭാഗം. അതിലുള്ളൊരു പാട്ട്, ഒരു നോക്കു കാണാതെ ഒന്നുരിയാടാതെ ഇരുളിൽ മറിഞ്ഞെൻ്റെ കൂട്ടുകാരൻ. ഇതാണ് ഇവരെപ്പോഴും കേൾക്കുക. ഇത് തൊട്ടടുത്ത് പരിസരത്ത് ഇരിക്കുന്ന ഷാജിഖാൻ്റെ ഗ്യാങ്ങൾ ഷാജിക്ക കേൾക്കാറുണ്ട്. ഷാജിഖാൻ്റെ ഗ്യാങ്ങിലൊക്കെ പലരും ചങ്ങാതിമാരെ നഷ്ടപ്പെട്ടിട്ടും ഇങ്ങനെയുള്ളൊരു അവരൊരു ടീം സെറ്റപ്പിൽ അങ്ങനെ ആയിരിക്കുമല്ലോ. എടാ നീ ഏതാളായി പാട്ട് ദിവസം വെക്കണമെന്ന് വെച്ച് ഇങ്ങനെ ചോദിക്കുമല്ലോ മക്കളോട്. അത് ഞങ്ങളുടെ നാട്ടിലെ താജുക്ക എന്ന് പറയുന്ന വളരെ ഒരു റെഡിമെയ്ഡ് ഷോപ്പിൽ ജോലി ചെയ്യുന്നത് ഒരു താജുക്ക എന്ന് പറഞ്ഞാൽ പാടിയ പാട്ട്. മൂപ്പരെ കൂട്ടുകാരൻ മരിച്ചു പോയിട്ട് കൂട്ടുകാരനെ കുറിച്ച് പാടിയ പാട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ റെഡിമെയ്ഡ് ഷോപ്പിൽ നിന്ന് ഡ്രസ്സ് മേടിച്ച കവറിൻ്റെ മേലെ എൻ്റെ റെഡിമെയ്ഡ് ഷോപ്പിലെ നമ്പറുണ്ട്, ഷോപ്പിലെ നമ്പർ. എനിക്കന്ന് മൊബൈലൊന്നുമില്ല. ഈ നമ്പർ ആ പുള്ളിയെ കിട്ടുമെന്ന് ചോദിച്ചു ഷാജിക്ക. അപ്പോൾ ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയത്. ഞാൻ ഷാജിഖാനെ പരിചയപ്പെടുന്ന സിറ്റുവേഷനായത്. ഇതൊക്കെ പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കിത്തരാം. അപ്പോൾ ഈ എൻ്റെ റെഡിമെയ്ഡ് ഷോപ്പിൽ പർച്ചേസ് ചെയ്യാൻ വരുന്ന ആൾക്കാർ നമ്മൾ കവർ കൊടുക്കുമല്ലോ. ഞാൻ ജോലിക്കാരനായിരുന്നു വടകര സൂപ്പർ വേൾഡിൽ. അപ്പോൾ അവിടുന്ന് ആ ഷോപ്പിലെ നമ്പറിൽ എൻ്റെ ഷോപ്പിലെ ഫോണിലേക്ക് ഷാജിക്ക വിളിക്കുകയാണ്. ഞാൻ അവിടെ മുതലാളി ഇല്ലാത്ത സമയത്ത് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യാം. കാരണം എൻ്റെ ചങ്ങാതിയും കൂടിയാണ് മുതലാളി വിത്ത് എൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയും കൂടിയാണ് എൻ്റെ ഈ കടയുടെ ഉടമ. ഹലോ, ഞാൻ ഏതെങ്കിലും പാർട്ടീസോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സാധനം കൊണ്ടുവരുന്ന താജുദ്ദീനാണോ? ഞാൻ പറഞ്ഞു അതെ, ഞാൻ ഷാജിയാണ്. ഞാൻ ഏത് ഷാജി? ഞാൻ ചെറിയ ആളാണ്. അന്നേരം ഞാൻ തമ്മനം ഷാജി എന്ന് പറയും. കേട്ടിട്ട് തമ്മനം ഷാജി എന്നൊക്കെ പറയാം. അന്ന് നമ്മൾ ശോഭരാജി എന്നെല്ലാം പറയുന്ന പോലെ തമ്മനം ഭയങ്കര സംഭവം. അപ്പം എനിക്ക് ഇങ്ങനെയുള്ള ആളെ ഇഷ്ടമാണ്. എനിക്ക് കുറച്ച് അടി ജിഗറുള്ള ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നും എന്നും അപ്പോൾ പരിചയപ്പെട്ട് ഞാൻ ഇപ്പോൾ പറയും ഇങ്ങനെ പാട്ട് കേട്ടിട്ട് വിളിച്ചാൽ പറയാം. അപ്പോൾ ഞാൻ ആരാധനയോട് കൂടി അന്ന് മനോരമയിൽ ഒരു പേജിൽ തന്നെ ഷാജിഖാനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. അപ്പോൾ ഞാൻ ഷാജിഖാൻ നിങ്ങളെ നമ്പർ തരും, എപ്പോഴെങ്കിലും വിളിക്കാൻ നമ്പർ മേടിച്ച് വെച്ചു. അന്ന് തൊട്ട് ബന്ധം. പിന്നെ കാണാൻ പോകും, പിന്നെ ആ ഭാഗത്ത് പരിപാടിക്കൊക്കെ പോകുമ്പോൾ പിന്നെ വീട്ടിൽ പോകും. ഇപ്പം മകളെ കല്യാണത്തിന് പോകാൻ പറ്റാത്ത വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സംസാരിക്കും. ഇത് പറഞ്ഞു വരുന്നത് അതും ഒരു ജൂക്ക് ബോക്സാണ് അല്ലേ? ഈ കുട്ടികൾ ഈ മീഡിയയിൽ ഒന്നുമില്ലാത്ത സമയത്ത് ആ കേസറ്റ് ഒരാൾ കേട്ടിട്ടാണ് വിളിക്കുന്നത്. ഷാജിക്കെ പോലുള്ള ഒരാൾ, അയാൾ ഒന്നുമില്ലാത്ത രണ്ട് മക്കൾ സ്ഥിരമായിട്ടൊരു പാട്ട് കേൾക്കുന്നത്. ഇന്ന് നമുക്ക് വിരൽത്തുമ്പിലാണ് എല്ലാം. മനസ്സിലാണ്ട ഒരു സിനിമ കഥ പോലെ ഉണ്ട്. എല്ലാം സീരിയസ് ആയിട്ട് വരാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ ചോദിച്ചില്ലേ ഇപ്പം എന്താണ് തോന്നുന്നതെന്ന്. ഇങ്ങനെയുള്ള ഓരോ ബന്ധങ്ങളും കാര്യങ്ങളും. ഞാൻ നല്ല ദൈവവിശ്വാസമാണ്, ഞാനത് പറഞ്ഞു നടക്കില്ല. നല്ല ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ സർവ്വം. നിങ്ങളിപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് പോലും ഞാൻ ഇവിടെ വരുമ്പോൾ നിങ്ങളെ മുമ്പിൽ കണ്ടാൽ ഞാൻ അൽഹംദുലില്ലാ പറയും. കുറച്ച് എന്നെ തേടിയ ഒരാൾ എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ വന്നില്ലേ. എത്ര ആൾ അറിയപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, എത്ര കോടികൾ ചിലവാക്കുന്നുണ്ട്. ചില ആൾ ഫ്രാഞ്ചേട്ടനെന്നൊക്കെ പറയും ചില ആൾക്കാർക്ക്. പക്ഷെ എനിക്ക് അങ്ങനെയുള്ള ആളോടൊക്കെ ഏതാണ് ഒരാൾ അറിയപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കില്ല അവർ അല്ലേ. പിന്നെ അപ്പോൾ ഇങ്ങനെയുള്ള സൗഭാഗ്യങ്ങൾ തരുമ്പോൾ അതെല്ലാം ഓർമ്മിക്കുമ്പോൾ യാ അല്ലാഹ് ഇവിടം വരെ എത്തിച്ചെന്നുള്ള ഭയപ്പാട് മാത്രം. അള്ളാഹുവിനെ ഓർക്കും നന്നായിട്ട്. അപ്പോൾ നമ്മൾ ജുഗ് ബോസ് പറഞ്ഞു, ഇപ്പോൾ തമ്മനം ഷാജിയേട്ടൻ്റെ കഥ പറഞ്ഞു. അവർക്കൊക്കെ ഇപ്പം വേണ്ടിയിട്ട് എനിക്കും വേണ്ടിയിട്ട് നമ്മുടെ നെഞ്ചിനുള്ളിൽ അല്ലേ. എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും ഇത് കാണുന്നതും കേൾക്കുന്നതും എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും ആത്മാർത്ഥമായ നന്ദി കടപ്പാട്. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ ഫാത്തിമ. പോരെ.
ഇപ്പോഴും ആ ഫീല്, ആ ഒരു ഇഷ്ടം, ആ ഒരു വിരഹം എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട് താജിക്ക. താങ്ക് യു. സത്യത്തിൽ ഞാൻ വ്രതത്തിലാണ്, നോമ്പിലാണല്ലോ. ശബ്ദമൊന്നും അത്ര പെർഫെക്ഷൻ എന്നാലും അത് പാടുമ്പോൾ എനിക്കും ഫീലാണ്, ഒരു എനർജി അങ്ങ് വരും. യെസ്. ആളുടെ മുഖം വരും മനസ്സിൽ. ഇപ്പം വരാറില്ല. ഓക്കെ, ആയിക്കോട്ടെ, അത് നല്ലത്. അല്ലല്ല, സത്യം. കാരണം വെറുതെ പറഞ്ഞല്ല, ഓർക്കാറില്ല. ഓക്കെ, ഇപ്പൊ ഓർക്കാൻ ഒരു മുഖമില്ലേ? ഒരു മുഖം മാത്രം. എൻ്റെ ഞാൻ ജീവിതത്തിൽ കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് വീട്ടിലുള്ളതായാലും പുറമേലായാലും നെയ്ബേഴ്സ് ആയാലും ക്ലാസ്മേറ്റ്സ് ആയാലും അറ്റ്ലീസ്റ്റ് ജസ്റ്റ് മുമ്പിലിരിക്കുന്ന നിങ്ങൾ പോലെ ആയാലും പെണ്ണുങ്ങളെ പല കാറ്റഗറീസ് ഉണ്ടാവും അല്ലേ? ടീച്ചേഴ്സ്, അങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടുന്നതും ദേഷ്യപ്പെടുന്നതും സ്നേഹിക്കുന്നതെല്ലാം. പക്ഷേ ഇതൊന്നുമല്ലാത്തൊരു പൊസിഷനിലുള്ള ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് ജീവിതത്തിൽ എനിക്ക് അള്ളാഹു കൽബാണ് ഫാത്തിമ തന്നതുപോലെ എനിക്ക് തന്നൊരു സൗഭാഗ്യമാണ് ഇപ്പോൾ ഉള്ളത്. പേര് സൈഫുനിസ. ഓക്കെ, സൈഫുനിസയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞ ഏത് പാട്ട് പാടും? കണ്ണേ കണ്ണേ എന്നു വിളിക്കാനുള്ളിൽ നീയില്ലേ, എൻ്റെ പെണ്ണായി നീയില്ലേ, മുത്തേ പൊന്നേ എന്നു വിളിക്കാനെന്നും ഞാനില്ലേ, നിൻ്റെ ഉള്ളിൽ ഞാനില്ലേ, ചില്ല് നിലാവിൽ ചക്കരവാക്കാൻ ചാരേ നീ വന്നാൽ മുത്തം നൽകാം ഞാൻ മണിത്തത്തേ മാമ്പൂവേ, കണ്ണേ കണ്ണേ എന്നു വിളിക്കാൻ എന്നും നീയില്ലേ, എൻ്റെ ഉള്ളിൽ നീയില്ലേ. സൂപ്പർ. താങ്ക് യു. സൂപ്പർ. ആള് പാടുവോ? പാടും, പക്ഷെ ചില സമയത്ത് ഞാൻ മിണ്ടാതിരിക്കും. അടുക്കളയിൽ നിന്നൊക്കെ ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും പൊസിഷനിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള പൂർണ്ണമായ ഉറപ്പ് അവൾക്കുണ്ടെങ്കിൽ പാടും. എൻ്റെ പാട്ട് പാടില്ല. ഭയങ്കര രസം. ഷാഫി കൊല്ലത്തിൻ്റെ പാടും, സലീം കൊടത്തിൻ്റെ പാടും, ജലാൽ മാക്നയുടെ പാടും, പിന്നെ ആദിൽ അത്തുവിൻ്റെ പാട്ടും, അഫ്സൽ കട പാട്ടും. എൻ്റെ പാട്ട് ഞാൻ എന്നിട്ട് ഇത് പാട്ട് പാടുമ്പോൾ ഞാൻ ചോദിക്കും, എടി എൻ്റെ പാട്ടൊന്നും എനിക്ക് പാടില്ല. നീ തന്നെ എൻ്റെ സ്വന്തമായിട്ടുള്ളപ്പോൾ പിന്നെ നിൻ്റെ പാട്ട് എന്തിനായിട്ട് വെറുതെ എല്ലാം നീ തന്നെ എൻ്റെ സ്വന്തം, അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. പക്ഷെ ഞാൻ ഇടയ്ക്ക് പാടിക്കും. നല്ല ആസ്വാദിക്കുകയാണ്. അതായത് മാപ്പിളപ്പാട്ടിൻ്റെ മാത്രമല്ല, നല്ല സംഗീതം ആസ്വാദിക്കും. ബാബുക്കാട് ആയിക്കോട്ടെ, ഗസലായിക്കോട്ടെ, പഴയ കാലത്തുള്ള നമ്മുടെ ഒരു കാലഘട്ടത്തിൽ സോങ്സുകൾ കൊണ്ട് പടം വിജയിച്ച സിനിമകൾ അല്ലേ? അതേപോലുള്ള ആ സമയത്തുള്ള പാട്ടുകളൊക്കെ ബൈഹാർട്ടാണ്, പാടും. പക്ഷെ എൻ്റെ മുമ്പ് പാടാറില്ല, അത്യാവശ്യം പാടും. നല്ല സെലക്റ്റഡ് ആണ് പാട്ടിൻ്റെ കാര്യത്തിലൊക്കെ. നിങ്ങളെ പാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാന്ന് പറയാറുണ്ടോ? അതെ, നിങ്ങൾ പാടിയ പാട്ടിൽ, അതായത് താജുക്ക് പാടിയ പാട്ടിൽ നിങ്ങളെ വൈഫിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആള് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എന്നെക്കുറിച്ച് അങ്ങനെ ചിലപ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കും ചില സമയത്ത്, ചോദിച്ചിട്ടൊന്നും മറുപടി പറയില്ല. പക്ഷേ ഈ ആശകളില്ലാതെ എന്നുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ആ ഒരു പാട്ട് പറഞ്ഞിരിക്കുക, ആ പാട്ടും കൂടി ഒന്ന് കേൾക്കാം. വരികൾ ശരിക്ക് കണ്ടിന്യൂയായിട്ട് ഓർമ്മ വരുന്നില്ലെങ്കിൽ പാടാം. ഒരു കൊച്ചു മൺകുടിലാമെന്നുള്ളം ഒരു 100 സ്നേഹത്തിൻ മാളിക നീ, ആരാരുമറിയാത്ത എന്നെ അറിഞ്ഞ നീ, ആർക്കും കൊടുക്കാത്ത കൽബ് തന്നു, ആർക്കും കൊടുക്കാത്ത കൽബ് തന്നു, ആശകളില്ലാത്ത എൻ ജീവയാത്രയിൽ സ്നേഹത്തിൻ ദൂതുമായി വന്നവളെ. പാട്ട് അന്ന് വേറെ ആളെ കൊണ്ടാ പാടിയെങ്കിലും ആ കഥകൾ യാഥാർത്ഥ്യമാകുന്ന സത്യത്തിൽ ഇപ്പോഴാണ് ഒരാശയില്ലാതെ നടക്കുന്നത്. ആ ജീവിതത്തിലേക്ക് ശരിക്കും ഒരുപാട് ആശകളായിട്ട് വന്നു. സത്യം. കാരണം ഒരു മനുഷ്യജന്മത്തിൽ
ഞാൻ വിശ്വസിക്കുന്ന മനസ്സുകൊണ്ട് തെറ്റിയാത്ത ആരും വളരെ റെയറായിട്ടുണ്ടാവും, അറിഞ്ഞോ അറിയാതെയോ. പക്ഷെ എങ്കിൽ പോലും ഒരു രാവ് പകൽ, സത്യം കളവ്, ഉറക്കം ഉണർവ്, കര കടൽ, ജനനം മരണം, അല്ലേ? ഇതേപോലെ ഒരാണൊരു പെണ്ണ്, അത് രണ്ടും രണ്ട് ധ്രുവങ്ങൾ തന്നെ. പക്ഷേ ഒരാണിനൊരു പെണ്ണിന് എന്തായാലും ഒരു ജീവിതം വേണമെന്ന് വിശ്വസിക്കുന്നതാണ്. അങ്ങനെ ഒരു തുടക്കമുള്ളതാണ് ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സൗഭാഗ്യം ഇല്ലാതായിപ്പോൾ ഞാൻ ആരുടെ അടുത്തും പറയൂല, ഒരാളോടും ഞാൻ പറയില്ല. പല ആൾക്കാരും ഇപ്പോൾ ഈ കല്യാണം കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വീട്ടിൻ്റെ പരിസരത്തിൽ വേറെ പ്രായമുള്ള ഉമ്മമാർ അമ്മമാർ ഇന്ന് പോലും ഇന്ന് പോലും ഒരു അമ്മ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഫ്ലവർ മില്ലിൻ്റെ അടുത്ത്, മോനെ താജുദ്ദീനല്ലേ പാട്ട്, അയ്യോ ഞാൻ പറഞ്ഞ അമ്മ ഞാൻ താജുദ്ദീനാണ് സത്യം. ഇന്ന് മോൻ കല്യാണം കഴിച്ചോ? ഞാൻ പറഞ്ഞു 2 മാസമായിട്ട്. ഭഗവാനെ ഈശ്വര, ഞങ്ങളെപ്പോൾ ആൽബം കാണുമ്പോൾ മോൻ കല്യാണം കഴിച്ചില്ല എന്ന് വേറെ ആൾക്കാർ പറഞ്ഞു. അപ്പോൾ അത്ര പോലും എൻ്റെ ആരുമല്ല. അത് ഞാൻ എന്നുള്ളൊരു മനുഷ്യനുള്ള ഇഷ്ടം മാത്രമായിരിക്കില്ല. ഒരു പ്രായം കഴിഞ്ഞിട്ടും ഒരു ചെറുപ്പക്കാരൻ ഒരാൾ കല്യാണം കഴിക്കാതെ, അത് നമ്മളെ മനുഷ്യ സഹജമായിട്ടുള്ളൊരു വികാരം. അത് ഒരാളോട് ഖേദം തോന്നുന്നു. പക്ഷെ ഞാൻ ആരുടെ അടുത്തും പിടിച്ചു നിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് നീ എന്തെങ്കിലും കല്യാണം കഴിച്ച് കാണണം എന്ന് എന്നോട് എൻ്റെ അഫ്സൽക്ക, സിംഗർ അഫ്സൽക്ക ഞാൻ ഇവിടെ ഇരിക്കാൻ കാരണക്കാരിൽ ഒരാളാണ്. അള്ളാഹു അഫ്സൽക്ക എന്ന രൂപത്തിൽ കൂടെ എന്നിൽ വന്നതാണ്. അപ്പോൾ അഫ്സൽക്ക എന്നോട് ഞാൻ പറയും, അഫ്സൽക്ക എനിക്ക് നിസ്കാരം പോലെയാണ് കല്യാണം. എനിക്കിപ്പോൾ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ട് നിസ്കരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് എൻ്റെ പഠിച്ചവനോട് തോന്നുന്ന ഇഷ്ടവും ഇത് എൻ്റെ അറിവ് വെച്ചിട്ട് നിസ്കരിക്കണം. അതുപോലെ വിവാഹവും അതുപോലെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ആർക്കോ വേണ്ടി, കുടുംബത്തിന് വേണ്ടിയിട്ടല്ല സമൂഹത്തിന് വേണ്ടി, കല്യാണം കഴിച്ചില്ല എന്നുള്ള പേര് ദോഷം മാറ്റാൻ വേണ്ടിയിട്ട് എനിക്കത് പറ്റില്ല അഫ്സൽക്ക. അതുകൊണ്ട് ഞാൻ സ്ത്രീ വിരോധിയൊന്നുമല്ല, എനിക്ക് അങ്ങനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ലാത്ത ആളുമില്ല. പക്ഷെ എനിക്ക് നിസ്കരിക്കുന്ന ഒരു സന്തോഷമില്ലേ, നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മളൊരു സർവശക്തനായിട്ട് നമ്മൾ കൈവന്തിക്കുന്ന പോലും ഈ പടച്ചം വിചാരിച്ചില്ലെങ്കിൽ ഈ കൈവന്തില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥനെ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ ഒരു മനുഷ്യൻ്റെ സ്ട്രക്ചർ കൊണ്ട് ഏറ്റവും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം. പക്ഷെ നമ്മൾ രൂപവും കൊണ്ട് കൂടി നമ്മൾ കുനിയ എന്ന് പറയുമ്പോൾ അല്ലേ, ആ ഒരു പൊസിഷൻ പോലെ സ്നേഹത്തിൻ്റെ മുന്നിൽ എനിക്ക് സുജൂദ് തരണം. അത്രയും പെർഫെക്റ്റ് അങ്ങനെ കണ്ടെത്തി അത്രയും സംസമാണ് എൻ്റെ സേഫ്റ്റിനെസ്. സത്യം എനിക്കങ്ങനെ. എനിക്കും ഇനി ഈ പ്രപഞ്ചത്തിൽ ഞാൻ പോയി കഴിഞ്ഞാലും അവളിവിടെ ഉണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ടറിയാം അള്ളാഹുവിനെ പ്രവാചകരെയും എൻ്റെ ഓർമ്മകളിൽ മാത്രമേ ജയിക്കും. എനിക്ക് 100% ഉറപ്പാണ്. അതുപോലെ തന്നെയല്ലേ നമ്മുടെ ദിൽഹെ ഫാത്തിമ, അത് വേറൊരു ഹിറ്റായിരുന്നു. ഷാഫിക്ക, നിങ്ങള് ജലാൽക്ക. അതിൽ ജലാലാണ് ശരിക്കും കാരണക്കാരൻ. ജലാലാണ് ആ ഒരു വർക്കിൻ്റെ സൂത്രധാരകൻ. ആ പാട്ടൊന്ന് കാണിക്കട്ടെ, ഞാൻ ആ പാട്ടിൻ്റെ ഒരു ക്ലിപ്പിംഗ് കാണിക്കട്ടെ, ദിൽഹെ ഫാത്തിമേൻ്റെ. എല്ലാവരും ഭാഗ്യ. തേജ് മെർവിനാണ് അതിൻ്റെ ഷൂട്ടിങ്, മ്യൂസിക്. അന്ന് നല്ല തടിയുണ്ടായിരുന്നു, 98 കിലോ ഉണ്ടായിരുന്നു. ഒരു ശ്രദ്ധയില്ലാത്ത ജീവിതമായിരുന്നു അന്നേരം. ഇതൊന്ന് പാടോ. दिल के अंदर तू है ना, सामने भी तू है ना, आँख में भी तू है फातिमा, फातिमा നെഞ്ചിക്കുള്ളേ നീ താനേ, കൺകൾ മുഴുതും നീ താനേ, കാതലൻപത് നീയേ ഫാത്തിമ, ഫാത്തിമ. ഈ പാട്ട് പാടുമ്പോൾ ഒരാളെക്കുറിച്ച് പറയാതിരിക്കുന്നത് തെറ്റാണ്. എൻ്റെ വോയിസ് അല്ലേ ഇത്, എൻ്റെ വോയിസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആശകളില്ലാത്ത എൻ്റെ വോയിസ് കാണില്ലേ? സ്നേഹമുള്ള ഫർഹാന, നെഞ്ചിനുള്ളിൽ ഇത് മാത്രം മാറിയില്ലേ? ഞാൻ പാടേണ്ട പാട്ടായിരുന്നില്ല നെഞ്ചിനുള്ളിൽ. അഫ്സൽക്ക സ്റ്റുഡിയോയിൽ എത്തപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പനിയും പറയും. ഒരു പ്ലേ ബാക്ക് സിംഗർക്ക് ഞാനിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക പാട്ട് എന്നുള്ള. അതിൻ്റെ മുമ്പ് 8 പാട്ടും ഫീമെയിൽ പൊസിഷൻ അടക്കം ഞാൻ ട്രാക്ക് പാടി. അപ്പോൾ അഫ്സൽക്ക കേട്ട് പാടേണ്ടത് പാടില്ല, ഞാൻ ട്രാക്ക് പാടിയത് അത് ഏറ്റവും നന്നായിട്ട്
എൻ കരളിൽ ഈ സാധനമാണല്ലോ അഫ്സൽക്ക. അപ്പോൾ ഞാനെന്തേക്ക് അഫ്സൽക്ക പാടേണ്ട പാട്ട് നെഞ്ചിനുള്ളിൽ ഞാൻ മംഗല്യം കഴിക്കാത്ത നെഞ്ചിനുള്ളിൽ ഞാൻ പാടിയിട്ട് നെഞ്ചിനുള്ളിൽ നീ ഇങ്ങനെ പാടിയിട്ടതാ നമ്മളെ. സത്യം വല്ലാഹി പടച്ച തമ്പനാണ് സത്യം. എൻ്റെ പാട്ട് ഞാനാ പാടുന്നത് നെഞ്ചിനുള്ളിൽ നീയാണ്. പക്ഷെ അതാ പറഞ്ഞത് രാജാതിരാജൻ്റെ തീരുമാനം. അത് അവന് പടച്ചവൻ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് വിചാരിച്ചാൽ ഒരു അടിയാൻ വിചാരിച്ചാൽ അത് തട്ടിമാറ്റാൻ പറ്റില്ല. കൊടുക്കണ്ടെന്ന് പടച്ചവൻ വിചാരിച്ചാൽ അതും ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഞാൻ അതിൽ നല്ലോണം ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്, എൻ്റെ ജീവിതം കൊണ്ട് പ്രത്യേകിച്ചു. അപ്പോൾ ഞാനിത് പാടി അഫ്സൽഖാൻ സ്നേഹിച്ചു ഈ വോയിസിൽ ട്രാക്ക് തീർത്തും എല്ലായിടത്തും എല്ലാ പോർഷനും പാടിയിട്ട്. അപ്പോൾ എനിക്ക് ഈ പാട്ട് പാടുന്ന എൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടേ, എൻ്റെ ജീവിതമാണെന്നല്ല. അപ്പോൾ സതീഷ് ബാബു എന്ന് പറയുന്ന നമ്മുടെ സംഗീത സംവിധായകനും സൗണ്ട് എഞ്ചിനീയറുമാണ്. ഏറ്റവും കൂടുതൽ ദാസേട്ടൻ്റെ ലൈവൊക്കെ പാടി. സതീഷ് ചേട്ടൻ പറഞ്ഞ് പ്രൊഡ്യൂസേഴ്സിനോട്, എടാ സമദ റഫീഖ് ഈ പാട്ട് കുഞ്ഞു മുസ്കാൻ്റെ മോൻ താജ് തന്നെ പാടിക്കോട്ടെ. എന്തോ ഒരു പ്രത്യേകത ഈ പാട്ടിന് തോന്നുന്നു. സത്യം ആദ്യമായിട്ട് ആ പാട്ട് തിരിച്ചറിഞ്ഞ അതിൻ്റെ പ്രത്യേകത എന്തോ തിരിച്ചറിഞ്ഞ സതീഷ് ചേട്ടനായിരിക്കാം. ഞാൻ ഇപ്പോഴും അദ്ദേഹത്തെ മനസ്സിൽ അദ്ദേഹം ബഹുമാനിച്ചു പറയുന്നത്. അപ്പം എനിക്ക് ലഡുകുട്ടി സതീഷ് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി മിണ്ടാത് വെറുതെ മതിയടാ, അത് സതീഷ് ചേട്ടൻ ഒന്നും കാണാണ്ട് പറയില്ലല്ലോ. അങ്ങനെ എൻ്റെ തലയിലിട്ടത്. അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പോൾ ആ വോയിസ് തന്നെ പാടണം എന്ന് പറഞ്ഞു. അങ്ങനെ ട്രാക്ക് പാടി തന്നെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. അത് മിക്സ് ചെയ്ത് ആ പാട്ട്, അല്ലാതെ എൻ്റെ വോയിസ് അല്ലല്ലോ അത്. എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ടൊരു കഷ്ടപ്പാട് ഒരു സിംഗർ നിലക്ക് ആരെങ്കിലും എൻ്റെ ഈ ഇൻ്റർവ്യൂ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഒരു 5-8 കൊല്ലം ഈ കള്ള വോയിസ് പാടേണ്ടി വന്നു എനിക്ക്. നിങ്ങൾ ചിരിക്കുക, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേരം സുബ്ഹാനല്ലാഹ് 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 അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്റ്റുഡിയോയിൽ എത്തുന്നേരം. കാരണം ഞാൻ എൻ്റെ ജീവിത മാർഗത്തിൽ ഒരു ആഗ്രഹം നടത്തിയെന്നല്ലേ ഉള്ളൂ. ഈ പാട്ട് ഹിറ്റാവും, ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് കിട്ടുമെന്ന് അറിയില്ലല്ലോ. എൻ്റെ ഒരു ആഗ്രഹം നടത്തിയ പാട്ട് പാടണം എന്നുള്ള. അപ്പോൾ വടകര പ്രദേശത്തൊക്കെ എന്തെങ്കിലും അത്യാവശ്യം കല്യാണ വീട്ടിലൊക്കെ പാടാൻ വിളിച്ചാൽ ജീവിച്ചു പോകാന്നുള്ള ഇതിങ്ങനെ മഹാതരംഗാവെന്ന് ഞാൻ അറിയുന്നില്ലല്ലോ. അപ്പോൾ എറണാകുളത്ത് നിന്നൊക്കെ വിളിക്കും, അല്ല താജുദ്ദീനാണോ, അതെ ഒരു വർക്കുണ്ട് എറണാകുളത്ത് വരാൻ പറ്റുമോ. ഞാൻ പേടിച്ചിട്ട് എറണാകുളത്ത് പോയില്ല. അവർ വിചാരിക്കുന്നത് ജാടയാന്നാ, അവിടെ പോയിട്ട് കുറവാൻ പറ്റുമല്ലോ. അവർ റിസ്ക് വലിയ സംഗീത സംവിധാനമൊക്കെ വടകര കോഴിക്കോട് വരും. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലാഹ് പഠിച്ചാണ്. അപ്പോൾ ഈ വോയിസിലല്ലാണ്ട് ഇപ്പോൾ അവരിപ്പോൾ കണ്ണടച്ച് ഒരു ഉദാഹരണം പറയും, കണ്ണടച്ചിരുന്ന്, ഇത് വടകരക്കാരെ വർക്കാണ്. കണ്ണടച്ചിരുന്നാൽ നീയാണ് എൻ്റെ സജി, അന്ന് കുറേ പേര് വെച്ച പാട്ടാണല്ലോ. ഇങ്ങനെ പാടിക്കഴിഞ്ഞാൽ ഇവർ മനസ്സുകൊണ്ടിരിക്കും ചെങ്ങായി വെറുതെ വിട്ട നമുക്ക് ഇയാളെ വോയിസ് ശരിയില്ലാതെ പോകും. കണ്ണടച്ചിരുന്ന ഈ നെഞ്ചിനുള്ളിൻ്റെ സ്റ്റൈല് അങ്ങനെ ഒരു 5-8 കൊല്ലം സത്യം ഞാൻ അനുഭവിച്ച വേദന എനിക്ക് മാത്രം. എന്നിട്ട് ചില ആൾക്കാർ ഇപ്പോഴും എൻ്റെ സത്യം ബദവി പെണ്ണേ അങ്ങനെ എന്തിനാ പാടേണ്ട ആവശ്യം, ബദവി പെണ്ണെ പാടിക്കൂടെ. എനിക്ക് എൻ്റെ വോയിസ് അല്ലാന്ന് തിരിച്ച് ഞാൻ ഫീൽഡിൽ നിന്ന് ഔട്ടായിപ്പോൾ എൻ്റെ പഠിച്ചു തന്നൊരു മാർഗ്ഗം ഇല്ലാതായിപ്പോൾ എന്നൊക്കെ പേടിച്ചിട്ട് എൻ്റെ ഏറ്റവും വലിയ വേദനയായി പറഞ്ഞു.